ഞങ്ങളുടെ കട ഇപ്പൊ മുഴുവൻ വെള്ളത്തിലായി കിടക്കുകയാണ്. ഈ വേസ്റ്റ് ഇപ്പം വാരണം, ഇപ്പം വാരി ഇതിനകത്തിടണം, വെളിയിലിടണം. ഇല്ലാത്ത പക്ഷം ഞങ്ങൾ ഇത് കൊണ്ടുപോയത്തില്ലെന്ന് പറയുന്നു. സാർ മൊത്തം കേൾക്കാം. അത് പഞ്ചായത്ത് സെക്രട്ടറി MLA പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റിയാൽ നിങ്ങൾ എപ്പോ മാറ്റിയാലും ആ വേസ്റ്റ് ഇവിടുന്ന് ഞാൻ മാറ്റിക്കും. അതുപോലെ തന്നെ വെള്ളം കുറയുക, കണക്ക് തിട്ടപ്പെടുത്തുക, ലോസ് കണക്കാക്കുക, എന്നിട്ട് നിങ്ങള് സൗകര്യപ്രദമായിട്ട് ഇടുക. പക്ഷെ ഇടുമ്പോ വലിച്ചെറിയരുത്, ഒരു സ്ഥലത്ത് വെക്കണം. ആ സ്ഥലത്തോട് പറഞ്ഞു. അല്ല സാറേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് അരമണിക്കൂറിനകം അതൊന്നും ഗൗരിക്കണ്ട കേട്ടോ. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ക്ലീനിങ്ങിനുള്ള ചുമതലയുണ്ട്. അതിന് ഗവൺമെന്റ് അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പൈസ പോരാതെ വന്നാൽ വീണ്ടും കൊടുക്കും. അതിന്റെ അർത്ഥം ഒരു വണ്ടി കൊണ്ടുവന്ന് അപ്പം തന്നെ വരണമെന്നല്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യമൊക്കെ നോക്കി നിങ്ങളുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമാക്കാൻ പറ്റുന്ന സുരക്ഷിതമാക്കി സാവധാനം നിങ്ങൾ നീക്കം ചെയ്താൽ മതി. പക്ഷെ വേസ്റ്റ് ഒരു സ്ഥലത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്. നാളെ ഞങ്ങളുടെ അടിക്കടി എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറുന്നു. ഈ മുകളിലത്തെ കടയല്ല, ഈ താഴത്തെ കടകളിൽ മുഴുവൻ വെള്ളം ഇവിടുന്ന് ഒരു ഓട്ട, ഇവിടുന്ന് ഈ ഓട അങ്ങേയറ്റത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഓട അടഞ്ഞു. രണ്ടാമത് ആറ്റിൽ മണലുവാരില്ല, ആറ്റിൽ മണലുവാരില്ല. അതുപോലെ തന്നെ വലിയ തോട്. അതുകൊണ്ട് സാധനങ്ങൾ ഓരോ വർഷം ഞങ്ങൾ പണിത് ഓരോ വർഷം അപ്പുറത്തെയാണ് എന്റെ സ്ഥാപനം. 100% ശരിയാണ്. ഇവിടെ 2018 പ്രളയം ഉണ്ടായി, ഒരു പരിഹാര നടപടി സ്വീകരിച്ചില്ല. 8 വർഷം കഴിഞ്ഞു, ഒന്നും ചെയ്തില്ല. എല്ലാ വർഷവും റാന്നിക്കാർ വെള്ളം കുടിച്ച് ജീവൻ തൊലയണമെന്നുള്ള അവസ്ഥയാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി. രാവിലെ അങ്ങയുടെ നേതൃത്വത്തിലാണല്ലോ അങ്ങ് തന്നെ വന്നാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഈ ഉദ്യോഗസ്ഥരും സർക്കാരും രണ്ട് തെറ്റിലാണോ? ഒരിക്കലുമല്ല, ഉദ്യോഗസ്ഥരല്ല. ഇന്നലെ രാത്രിയിൽ മൊത്തം അവർ ഉറക്കുളച്ച് ഉണ്ടായിരുന്നു. ചെറിയ അവരുടെ പരിമിതികളൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥരായി സഹകരിക്കുന്നത് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ വെളുപ്പിനെ 4 മണിക്ക് ഞാനാണ് കളക്ടറെ വിളിക്കുന്നത്, SP വിളിക്കുന്നത്. അപ്പം മുതൽ അവർ രണ്ടുപേരും ഫീൽഡിലാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്നൊരു അലംഭാവം കാണിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവും. ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ ആദ്യം മാലിന്യം ആണ് നീക്കേണ്ടത് ഉദ്യോഗസ്ഥർ പറയുന്നു. കടക്കാർ പറയുന്നത് അവരുടെ നഷ്ടമാദ്യം നോക്കണ്ടേ. അവർക്ക് വളരെ വേദന കൂടിയാണ് അവർ പറയുന്നത്. നഷ്ടം അവർ തിട്ടപ്പെടുത്തട്ടെ. അവരുടെ സൗകര്യം അനുസരിച്ച് അവരിവിടുത്തെ ക്ലീനിങ് പരിപാടി അവർ കടയ്ക്കകത്ത് അവർ ചെയ്യട്ടെ. കടയ്ക്കകത്ത് അവർ നീക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആരും ഇടപെടത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ കർശനമായ നിർദ്ദേശം കൊടുക്കുന്നതാണ്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പുറത്തെ മാലിന്യം നമ്മൾ നീക്കം ചെയ്തു. ഇവിടെ റാന്നിയിൽ വ്യാപാരികളുടേതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ചാൽ മതിയോ. അത് അവരോട് ആരും ഉത്തരവ് കൊടുക്കാൻ പോകണ്ട. അവർ കൃത്യമായിട്ട് ചെയ്തോളും. വ്യാപാരികളുടെ വേദനയും പ്രയാസവും എനിക്കറിയാം. അത് ഞാൻ 2018 ഇവിടെ വന്നിട്ട് പ്രളയത്തിൽ വന്നിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം. അതുകൊണ്ട് അവര് സാവകാശം ചെയ്തോട്ടെ. ഞങ്ങളോട് വളരെ ചൂടായി അവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ ഞങ്ങൾ ഒരു പ്രശ്നത്തിന് പോകത്തില്ലായിരുന്നു. വരില്ല. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഒരു എടുത്തിയാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തും. അദ്ദേഹം അതിനകത്ത് ഇടപെടേണ്ടെന്നും പറയും. ഇടപെടാൻ വേറെ ആൾക്കാരുണ്ട്, ഇടപെടും. ഒരു പ്രശ്നമില്ല. എല്ലാത്തിനും ഒരു പ്രശ്നമില്ല. ഇവർ സൗകര്യം പോലെ ചെയ്തോട്ടെ. ഇവരെ സമയം എടുത്ത് ചെയ്തോട്ടെ. നാളെ മുതൽ ഞങ്ങൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണും. ഓടേറ്റം മനപ്രയാസം. 2018 2021 പ്രളയം വന്ന് എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളോട് ഒരു ഉദ്യോഗസ്ഥരെ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടും മേധാവികളും എല്ലാവരും, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഉൾപ്പെടെ എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ശാസ്ത്രീയമായി കണ്ടെത്തി അതിനനുസരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് വന്ന നാശനഷ്ടങ്ങൾക്ക് അതിനിപ്പോ MLA പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്താ കണക്കെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റാന്നിയിൽ നിന്നാണ് നിതിൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ശുചീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം വൃത്തിയാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയപ്പോൾ കടകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവർക്കത് വൃത്തിയാക്കാൻ സ്വാഭാവികമായിട്ടും സമയം വേണ്ടിവരും. വേണ്ടതും വേണ്ടാത്തതും തരം തിരിച്ചും ഒക്കെ അവർക്ക് സമയമെടുത്ത് വൃത്തിയാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വൈകാരികമായിട്ടുള്ള പ്രതികരണം കൂടി വ്യാപാരികളുടെ ഭാഗത്തു നിന്ന്, കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്.